ഇക്കഴിഞ്ഞ ഏപ്രിൽ 17 അതായത് 2025 ഏപ്രിൽ 17 യു പിയിലെ രാംപൂരിൽ 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദളിത് പെൺകുട്ടി, അതും ബധിരയും മൂകയുമായ ഒരു പെൺകുട്ടി അതിഭീകരമാവണ്ണം റേപ്പ് ചെയ്യപ്പെട്ടു. മാർച്ച് 6 യു പിയിൽ തന്നെ മറ്റൊരു ദളിത് പെൺകുട്ടിയും ഇതുപോലെ റേപ്പ് ചെയ്യപ്പെടുകയുണ്ടായി. 2022 സെപ്റ്റംബറിൽ ദളിതരായ 2 പെൺകുട്ടികളെ, സഹോദരങ്ങളെ അതിഭീകരമാവണ്ണം റേപ്പ് ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കുകയുണ്ടായി. ഈ വാർത്തയും നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലും 2014 ഏപ്രിൽ 28 ഒരു ആദിവാസി ഡോക്ടർക്കെതിരെ ലൈംഗിക പീഡനം നടക്കുകയും ആ കേസ് അട്ടിമറിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നാം കണ്ടതാണ്. മാനവികത, നവോത്ഥാനം, സാഹോദര്യം ഇവയൊക്കെ കാലങ്ങളായി നമുക്ക് നേടിത്തരുവാനായിട്ട് അധ്വാനിക്കുന്ന കുറേ നവോത്ഥാന നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ നമുക്കുണ്ട്. എങ്കിലും മനുഷ്യ മനസ്സുകളിലെ ജാതി വെറി അല്ലെങ്കിൽ ആ ജീർണത എത്രത്തോളം ആഴത്തിൽ ഈ കാലത്തും ഉണ്ട് എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. എന്ത് ചെയ്യും? എന്താണ് പരിഹാരം? ആര് രക്ഷിക്കും? മധുസൂദനൻ നായരുടെ സന്താന ഗോപാലം എന്ന കവിതയിൽ ഇങ്ങനെയൊരു വരിയുണ്ട്: ഇടത്തും വലത്തും നിന്നാകെയും രക്ഷ, പിറകിൽ നിന്നും രക്ഷ, താഴെ മണ്ണിറമ്പിലും രക്ഷ, മുകളിൽ നിന്നും രക്ഷ, സർവരക്ഷയ്ക്കായി ഇന്നു ഞാൻ തീർത്ത ശരകൂടം, സർവസംഹാരത്തിൻ്റെ ആണവ ചിറകാട്ടി അഗ്നികുണ്ഡങ്ങൾ പിളർന്നാർക്കുന്നു. കൃഷ്ണ കൃഷ്ണ രക്ഷ, കൃഷ്ണ കൃഷ്ണ രക്ഷ എന്നത്യുച്ചത്തിലലറിക്കരയുന്നതമ്മയോ, രക്ഷാബന്ധമറ്റ പൈതലോ, രക്ഷിവേഷമിട്ടൊരൻ നിരാലംബമാം ദീനാത്മാവോ. ആര് രക്ഷിക്കും? എങ്ങു നിന്നും ഒരു രക്ഷയും വരില്ല. നമ്മെ രക്ഷിക്കുവാൻ നമുക്ക് മാത്രമേ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ പീഡിതരാക്കപ്പെട്ട ലോകത്തിലെ സർവ്വ സ്ത്രീജനങ്ങൾക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഫൂലൻ ദേവി.